ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ലാപ്ടോപ്പ് സ്ലോ ആകുക എന്നുള്ളത്. പ്രൊസസ്സറും റാമും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരിക്കാം, എങ്കിലും സിസ്റ്റം സ്ലോ ആണ്. ഈ കറക്കം മാത്രമാണ് എപ്പോഴും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, അത് SSD ആഡ് ചെയ്യുക എന്നത് മാത്രമാണ്. പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പം നിലവിൽ SSD ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്പീഡാവും എന്നുള്ള കാര്യം പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരും ഉണ്ടാകാം. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. നിലവിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരെണ്ണം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹാർഡ് ഡിസ്കും റൈറ്റ് സൈഡിൽ കാണുന്നത് SSD ആണ്. ഇത് രണ്ടും നമുക്ക് ലാപ്ടോപ്പിനകത്ത് ആഡ് ചെയ്ത് OS ചെയ്ത് വർക്ക് ചെയ്യിക്കാവുന്ന ടൈപ്പാണ് രണ്ടും. ഇതിപ്പോൾ നിലവിലിരിക്കുന്നത് SATA SSD ആണ്. SATA SSD അല്ലാതെ NVMe, M.2 അങ്ങനെ പല ടൈപ്പ് SSDകൾ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്ത് ലാപ്ടോപ്പ് ഒന്ന് ഓണാക്കി നോക്കുന്നു. അതേപോലെ തന്നെ SSD ആഡ് ചെയ്തിട്ട് നമ്മൾ ആ സെയിം ലാപ്ടോപ്പ് തന്നെ ഓണാക്കി നോക്കുന്നു. ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാർഡ് ഡിസ്കും SSDയും വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഹാർഡ് ഡിസ്ക് മാറ്റി നമുക്ക് SSD ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ നിലവിൽ ആഡ് ചെയ്തിരിക്കുന്നത് നോർമൽ ഹാർഡ് ഡിസ്ക് ആണ്. നമുക്ക് ഈ കണ്ടീഷനിൽ ഒന്ന് ലാപ്ടോപ്പ് ഓണാക്കി നോക്കാം. എത്ര നേരം എടുക്കുന്നുണ്ട് ബൂട്ടായി വരാൻ എന്നും നമുക്ക് ചെക്ക് ചെയ്യാം. നിലവിൽ ഞാൻ മെഷീൻ ഓണാക്കി. ഇപ്പോൾ നിലവിൽ ആ ബൂട്ടിങ്ങിൻ്റെ ആ ഒരു കറക്കം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം ഇത് എത്ര നേരം എടുക്കും എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏറെക്കുറെ 1 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞ 1 മിനിറ്റെങ്കിലും എടുക്കാൻ സാധ്യതയുണ്ട്. നോർമൽ ഹാർഡ് ഡിസ്ക് എല്ലാം തന്നെ 1 മിനിറ്റ്, ചിലപ്പോൾ 1.5 മിനിറ്റൊക്കെ പോകാം. വിൻഡോസിൻ്റെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും പെൻഡിങ് കിടപ്പുണ്ട്, എന്തെങ്കിലും അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ പോകാം. അപ്പം നമുക്കതൊന്ന് കൃത്യമായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്, ഇപ്പം അപ്ഡേറ്റ് ഒന്നും കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു. നമുക്കതിലും ചെക്ക് ചെയ്ത് നോക്കാം. നോർമലി ബൂട്ടിങ്ങിന് തന്നെ എത്ര നേരം എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ ചില കസ്റ്റമേഴ്സൊക്കെ ഇങ്ങനെ സ്ലോയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ പറയാറുള്ള ഒരു തമാശ രൂപേണ അവതരിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്. അതായത് ലാപ്ടോപ്പ് രാവിലെ ഓണാക്കി ജസ്റ്റ് ഓണാക്കിയിട്ട് കസ്റ്റമർ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ പോയിട്ട് വരുന്നു. അതായത് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും അവർ തിരിച്ചു വരുന്നത്. ആ സമയം കൊണ്ടാണ് പലരുടെയും കമ്പ്യൂട്ടറുകൾ ഓണായി വരുന്നത്. അതായത് നമുക്കിപ്പോൾ രാവിലെ ഒരു അത്യാവശ്യം എന്തെങ്കിലും ഒരു മെയിൽ അയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് തീർക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ലാപ്ടോപ്പ് ഓണാക്കുമ്പോഴേ ഈ ലാഗാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് ഏകദേശം ഒരു 1.25 മിനിറ്റായി. 1.25 മിനിറ്റ് കൊണ്ടാണ് ശരിക്കും ലാപ്ടോപ്പ് ആ ബൂട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ പാസ്വേഡിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു സമയം എടുക്കുന്നുണ്ട്. ഏകദേശം 1.25 മിനിറ്റോളം നമുക്ക് സമയം എടുക്കുന്നുണ്ട്. നോർമൽ ബൂട്ടിങ്ങിന് ആ ഒരു ടൈമാണ്, അതായത് അപ്ഡേറ്റ് ഒന്നും ഇല്ലാതെ നോർമൽ ബൂട്ടിങ്ങിൻ്റെ ടൈമാണ് ഈ 1.25 മിനിറ്റ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതായത് ഏകദേശം 1.25 മിനിറ്റോളം എടുക്കുന്നുണ്ട് നമുക്ക് മെഷീൻ ബൂട്ടായി വരാൻ വേണ്ടി. ഇനി നമുക്ക് നേരെ ഈ ഹാർഡ് ഡിസ്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് SSD ആഡ് ചെയ്ത് നോക്കാം. SSD ആഡ് ചെയ്ത് ബൂട്ട് ചെയ്ത് നോക്കാം എത്ര സമയം എടുക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ SSDയിൽ ഞാൻ ഓൾറെഡി ഈ ലാപ്ടോപ്പിൽ തന്നെ വെച്ച് OS ബൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് OS ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നേരെ SSD കണക്ട് ചെയ്യുന്നു, ലാപ്ടോപ്പ് ഓണാക്കി നോക്കുന്നു. SSD കണക്ട് ചെയ്തു. ഇനി നേരെ ലാപ്ടോപ്പ് ഓണാക്കി നോക്കുന്നു. ഇപ്പോൾ Acer എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം കറങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. SSD ആയതുകൊണ്ട് തന്നെ അധിക സമയം എടുക്കാൻ സാധ്യതയില്ല. നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് Acerൻ്റെ ആ ഒരു കറക്കം മാറി അടുത്ത വിൻഡോയിലേക്ക് വന്നു. വളരെ പെട്ടെന്ന് വേണ്ട ഡെസ്ക്ടോപ്പിലേക്ക് കമ്പ്യൂട്ടർ ബൂട്ടായി. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 15-16 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ലാപ്ടോപ്പ് ഡയറക്റ്റ് ഓപ്പൺ ആയി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്കിന് പകരം SSD ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫാസ്റ്റായിട്ട് ബൂട്ടാവുകയും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. ലാപ്ടോപ്പുകളിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഹാർഡ് ഡിസ്കിന് പകരം SSD ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു.